നമസ്കാരം. വിദന്തി ചതുരഃ പുരുഷാർത്ഥാൻ അനേന ഇതി വേദഃ. പുരുഷാർത്ഥങ്ങൾ 4: ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. ഏവർക്കും അറിയാം. നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ എല്ലാ ആഗ്രഹങ്ങളും ഈ 4 പുരുഷാർത്ഥങ്ങളിൽ ഒതുങ്ങും. ഈ പുരുഷാർത്ഥങ്ങൾ നമുക്ക് സാധിച്ചെടുക്കുവാൻ നമ്മുടെ മുമ്പിലുള്ളത് വേദം തന്നെയാണ്. നിസ്സംശയം പറയാം. പക്ഷെ നാം അതറിയുന്നില്ല. സിദ്ധമന്നം പരിത്യജ്യ ഭിക്ഷാം അടതി ദുർമതിഹി എന്ന് പറയുന്നു. സിദ്ധിച്ച അന്നത്തെ മാറ്റിവെച്ച് ഒതുക്കി വെച്ച് ഭിക്ഷയെടുക്കുന്നു നാം ഏവരും. അപ്പം നമ്മുടെ മുമ്പിലുണ്ട് വേദം. ആ വേദങ്ങളിലേക്ക് ഒരു ചെറിയ എത്തിനോട്ടം മതി നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിക്കുവാനായിട്ട്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. അതിലേക്ക് കടക്കുന്നില്ല. നേരെ നമുക്ക് വേദങ്ങളിലേക്ക് വരാം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവണവേദം ഏവർക്കും അറിയാം. ഇതിൽ ഋഗ്വേദ മുറ ഹോമം അത്യന്തം വിരളമായിട്ടേ കേട്ടിട്ടുണ്ടാവുകയുള്ളൂ. നാം ഏവരും കേരളത്തിൽ ഗുരുവായൂരിൽ നടന്നിട്ടുണ്ട്. കുറച്ചു കാലങ്ങൾ ഇടവിട്ട് നടത്തി പോരുന്നുണ്ട്. പക്ഷെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും അത് നടന്നു വരുന്നില്ല. ഋഗ്വേദ മുറ ഹോമം പഞ്ചോപായങ്ങൾ പറയുന്നു. ക്ഷേത്ര വൃദ്ധിക്ക് വേണ്ടിയിട്ട് വേദജപം അനിവാര്യമാണ്. ഈ 5 ഉപായങ്ങളിൽ ഒരെണ്ണം മുഖ്യസ്ഥാനമുള്ളത് വേദജപമാണ്. മന്ത്രധ്വനികൾ ക്ഷേത്രങ്ങളിൽ ആവശ്യമാണ്. യജ്ഞസംസ്കാരം ആവശ്യമാണ്. യജ്ഞസംസ്കാരത്തിൽ നിന്ന് തന്നെയാണ് ക്ഷേത്രങ്ങളിലേക്ക് നാം മാറിയതും. വേദമാണ് എല്ലാ അറിവിൻ്റെയും അടിസ്ഥാനം. അറിവ് നമുക്ക് താനേ വരുന്നില്ല, താനേ അറിവ് വരത്തില്ല. അപ്പോൾ നാം ശാസ്ത്രത്തെ ആശ്രയിക്കുന്നു. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ വേദം. പ്രവൃത്തി നിവൃത്തി പരത്വാത് ശാസ്ത്രം. അപ്പോൾ ഈ വേദങ്ങൾ, വേദമന്ത്രങ്ങൾ കൊണ്ട് യജ്ഞസംസ്കാരങ്ങൾ നടക്കുന്നു. അതിൽ സുപ്രധാനമായ ഒരു യജ്ഞം ഇപ്പോൾ തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കുവാൻ പോവുകയാണ്. ഋഗ്വേദ മുറ ഹോമം വലിയൊരു യജ്ഞമാണ്. ഋഗ്വേദം നമുക്ക് ഏവർക്കും അറിയാം. വേദം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം വരുന്നത് മനസ്സിൽ ഋഗ്വേദമാണ്. അതിൽ മന്ത്രങ്ങൾ ഒരുപാടുണ്ട്. ഋഗ്വേദത്തിൻ്റെ പ്രധാന സന്ദേശം പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്ന മന്ത്രമാണ്. ഈ മന്ത്രം വിചാരാർത്ഥം ചെയ്യുവാനുള്ള മന്ത്രമാണ്. മന്ത്രങ്ങൾക്ക് ഒരുപാട് പല വിധത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. അതായത് ജപ അർത്ഥമുള്ള മന്ത്രമുണ്ട്. ജപിക്കുമ്പോൾ അർത്ഥം നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള മന്ത്രങ്ങളുണ്ട്. യജ്ഞാർത്ഥങ്ങൾ, യജ്ഞം ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു മന്ത്രങ്ങളുണ്ട്. പിന്നെ ഉപനിഷത്ത് വാക്യങ്ങളൊക്കെ മന്ത്രമാണ്. അതെല്ലാം തന്നെ വിചാരാർത്ഥം, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. വിചാരാർത്ഥം. അപ്പോൾ ഈ വാക്യം മഹത് സന്ദേശം നൽകുന്നു. പ്രജ്ഞാനം ബ്രഹ്മ. കേരളത്തിൽ ഋഗ്വേദം നല്ലവണ്ണം പ്രചരിച്ചിട്ടുണ്ട്. മുറജപം നടന്നു വരുന്നു. ഋഗ്വേദത്തിലുള്ള പല മന്ത്രങ്ങളും നമുക്ക് കേൾക്കുവാൻ സാധിക്കും. പക്ഷേ പൂർണ്ണമായും ഋഗ്വേദ മന്ത്രങ്ങൾ കൊണ്ട് ഹോമം ചെയ്ത് വരുന്നത് അത്യന്തം വിരളമാണ്. പറഞ്ഞാലും തീരില്ല. കാരണം അത്രയധികം അതിന് പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഋഗ്വേദ മുറ ഹോമത്തെക്കുറിച്ച് 2 വാക്ക്. ഋഗ്വേദത്തിൽ 10 മണ്ഡലങ്ങൾ, 1028 സൂക്തങ്ങൾ, 10,552 ഋക്കുകൾ. ഇതിൽ ഒരു വിഭാഗം വൈദികർ ബാലഖില്യം എന്ന് പറയുന്ന 11 സൂക്തങ്ങൾ അടങ്ങിയ ഭാഗം ഇതിനോടൊപ്പം ചേർക്കാറില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 1017 സൂക്തങ്ങൾ അടങ്ങിയതാണ് ഋഗ്വേദമെന്നും ഋക്കുകളോ 10,472 ഋക്കുകളാണ് ഉള്ളത്. അപ്പോൾ ഋഗ്വേദ മുറ ഹോമത്തിന് കേരളത്തിൽ പതിവുള്ളത് 10,472 ഋക്കുകൾ എടുക്കുന്നു. 10 പേർ ഹോമിക്കുന്നു. അപ്പോൾ അത് ദശാവർത്തിയായി. ദശാവർത്തി ഹോമത്തിന് ഋഷി
ഛന്ദസ് ദേവത, അതും ചൊല്ലിയ ശേഷമാണ് ഓരോ ഋക്കുകളും ഹോമിക്കുന്നത്. പശുവിൻ നെയ്യാണ് ഹോമദ്രവ്യം. ഋഗ്വേദം മുഴുവനും എല്ലാ ഋക്കുകളും ഋഷി, ഛന്ദസ്, ദേവത ഉൾപ്പെടെ ചൊല്ലി ഹോമിക്കുന്നു. ആദ്യം പറഞ്ഞതുപോലെ വിദന്തി ചതുരപുരുഷാർത്ഥാന് എന്ന് പറഞ്ഞു. മനസ്സിൽ ഒന്ന് വെക്കുക, ധർമ്മ അർത്ഥ കാമ മോക്ഷം, ആഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം സാധിക്കും. അപ്പോൾ ഏവരും അവരവരുടേതായ രീതിയിൽ യജ്ഞസംസ്കാരങ്ങളിൽ പങ്കെടുക്കുക. ഒരാൾക്ക് ഇപ്പം മന്ത്രമൊന്നും അറിയില്ലല്ലോ, ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് പങ്കുചേരേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോമദ്രവ്യം വാങ്ങിച്ചു നൽകാം, ഇല്ലെങ്കിൽ ആ ദ്രവ്യത്തിനായിട്ടുള്ള തത്തുല്യമായ ധനം നൽകുക. എത്രയുണ്ടോ അത്ര, 1 രൂപയെങ്കിൽ 1 രൂപ, 100 രൂപയെങ്കിൽ 100 രൂപ, 1000 രൂപയെങ്കിൽ 1000 രൂപ. അതാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. അത് മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ എന്ന് പറയേണ്ടി വരും. കാരണം നമ്മുടെ പ്രസൻസ്, നമ്മൾ ആ വേദിയിൽ ഉണ്ടാവണം. അവിടെ മന്ത്രധ്വനികൾ മുഴങ്ങുമ്പോൾ നമ്മൾ ആ പരിസരത്തുണ്ടാവണം, ആ സന്നിധിയിൽ ഉണ്ടാവണം. നാം അത് ശ്രവിക്കണം. അതിനെക്കുറിച്ച് അങ്ങനെയെങ്കിലും നാം വേദത്തെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു പ്രേരണ തുടങ്ങും. ഇനി നമുക്ക് വേദമന്ത്രം അറിയില്ലല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞാൽ തന്നെ വിഷ്ണു സഹസ്രനാമം തന്നെയാണ്. ഇത് ഏവരും പാരായണം ചെയ്യാം. വേദയജ്ഞം നടക്കട്ടെ. ആ സമയത്ത് തന്നെ ഏവർക്കും ഒരു ഭാഗത്തിരുന്ന് ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ മനസമാധാനത്തോടുകൂടി പാരായണം ചെയ്യാം. അങ്ങനെയും നമുക്ക് വേദയജ്ഞത്തിൽ പങ്കുകൊള്ളാം. അവസാനമായി സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഈ പുരുഷാർത്ഥങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വളരെ ലളിതമായി ഒന്ന് ഫലങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. കാരണം എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്ന് പറഞ്ഞു, അത് പുരുഷാർത്ഥത്തിൽ ഒതുങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ പുരുഷാർത്ഥമൊക്കെ ചിന്തിച്ച് കഷ്ടപ്പെട്ട് എന്തോ എവിടെയോ ഇരിക്കുന്ന ഒരു സാധനമാണ് എന്ന് ചിന്തിക്കുന്നവർക്കായിട്ട് അതിനെ ലഘൂകരിക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസം ഏവരുടെയും ആഗ്രഹമാണ്. മകന് നല്ല ബുദ്ധി വരണം, നല്ല വിദ്യാപ്രാപ്തി ഉണ്ടാകണം. തീർച്ചയായിട്ടും ഇതിലേക്ക് പങ്കുചേരുക. നല്ല ആരോഗ്യം ആവശ്യമാണോ? ആവശ്യമാണ്. തീർച്ചയായിട്ടും പങ്കുചേരുക. കാരണം ഇതിൽ ദേവതകൾ, ഋഗ്വേദത്തിൽ ദേവതകൾ ഇന്ദ്രൻ, വരുണൻ, വായു, അഗ്നി, അശ്വിനി ദേവകൾ, എല്ലാ ദേവതകളും ഉണ്ട്. അപ്പോൾ എല്ലാ മന്ത്രങ്ങളും അതാത് ദേവതയെ ഉദ്ദേശിച്ച് ആഹുതി ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ നാം പങ്കുകൊണ്ടാൽ തീർച്ചയായിട്ടും ആരോഗ്യം ലഭിക്കും എന്നുള്ളതിൽ തർക്കമില്ല. അതുപോലെ തന്നെ വിദ്യയാണ്, അതുപോലെ തന്നെയാണ് മകളുടെ വിവാഹം, സമ്പത്ത്, സമൃദ്ധി, നാടിൻ്റെ ഐശ്വര്യം. ഇനി എന്താ പറയാനായിട്ട് വാക്കുകളൊന്നുമില്ല. ഇതിൽ എല്ലാം ക്രോഡീകരിച്ചിരിക്കുന്നു. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൂടി അത് ഈ 4 പുരുഷാർത്ഥം അല്ലെങ്കിൽ അതിൽ ഉള്ളിൽ തന്നെ വരും. ഇതിൽ ഇല്ലാത്തത് വേറെ ഒന്നുമില്ല. ഇപ്പൊ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അവരവരാൽ കഴിയുന്ന രീതിയിൽ ഈ സംരംഭത്തിലേക്ക് പങ്കുചേർന്ന് നാമജപം ജപിക്കുക. ക്ഷേത്ര പരിസരത്ത് പോയിട്ട് ദയവ് ചെയ്ത് റിക്വസ്റ്റാണ്, അവിടെയും ഇവിടെയും സംസാരിച്ച് സമയം കളയരുത്. എല്ലാവരുടെയും ശ്രദ്ധ യജ്ഞവേദിയിൽ തന്നെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. യജ്ഞസംസ്കാരം മുഴുവനായിട്ടും ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിത് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കും എന്നതിൽ തർക്കമില്ല. ഏവർക്കും നമസ്കാരം.